തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വേദമന്ത്രങ്ങളിലും മുഖരിതമാകാനൊരുങ്ങുന്നു. 6 വർഷം കൂടുമ്പോഴൊരിക്കല് മുറതെറ്റാതെ വരുന്ന മുറജപം നവംബർ 21 ആരംഭിക്കും. മകരസംക്രമ ദിനമായ ജനുവരി 15 ലക്ഷദീപത്തോടെ സമാപിക്കും. വേദമന്ത്ര മുഖരിതമായ 55 ദിവസമാണ് അനന്തപുരിയെ കാത്തിരിക്കുന്നത്. മുറജപം, ലക്ഷദീപം ഇവയുടെ മുന്നോടിയായി കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ ദീപസ്തംഭം തെളിയിച്ചു. രാജകുടുംബാംഗങ്ങളായ പൂയം തിരുനാൾ ഗൗരി പാർവതിബായി, അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി, അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ എന്നിവർ ചേർന്ന് മോഹൻലാലിന് വിളംബര പത്രിക കൈമാറി. വിളംബര പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. ക്ഷേത്ര ഭരണ സമിതി അംഗങ്ങളായ കരമന ജയൻ, അഡ്വക്കേറ്റ് എ. വേലപ്പൻ നായർ, ക്ഷേത്രം മുഖ്യതന്ത്രി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്, തന്ത്രിമാരായ തരണനല്ലൂർ പ്രദീപ് നമ്പൂതിരിപ്പാട്, തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട്, എക്സിക്യൂട്ടീവ് ഓഫീസർ ബി. മഹേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭഗവാന്റെ വാത്സല്യവും അനുഗ്രഹവും നിങ്ങൾക്കെല്ലാവർക്കും ഇന്നും എന്നും ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥനയെന്ന് പൂയം തിരുനാൾ ഗൗരി പാർവതിബായി പറഞ്ഞു. തിരുവനന്തപുരത്ത് വളർന്ന ആളെന്ന നിലയ്ക്ക് ശ്രീപത്മനാഭൻ വിശ്വാസത്തിനപ്പുറം ഒരു വികാരമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. ദീപാവലി പോലെ തന്നെ ശ്രീപത്മനാഭന്റെ ലക്ഷദീപവും അകം തെളിയിക്കുന്ന കാഴ്ചയാണെന്നും മോഹൻലാൽ പറഞ്ഞു. ചരിത്രവും ഐതിഹ്യവും വിശ്വാസവും എല്ലാം സംഗമിക്കുന്ന മുറജപത്തിന് തുടക്കമിട്ടത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. ആദ്യ മുറജപം 1747 ആയിരുന്നുവെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗമായ അശ്വതി തിരുനാൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന പുസ്തകത്തിൽ പറയുന്നു. 6 വർഷത്തിലൊരിക്കല് മാത്രം അനുഭവിക്കാവുന്ന അപൂർവ നിമിഷങ്ങളാണ് ഈ മകരസംക്രമ സന്ധ്യയില് ഭക്തരെ കാത്തിരിക്കുന്നത്. സന്ധ്യയാകുന്നതോടെ ക്ഷേത്രം ദീപപ്രഭയാലും മുങ്ങിത്തുടങ്ങും. വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് ശേഷം മകരശിവേലി തുടങ്ങും. ശ്രീ പത്മനാഭസ്വാമി, ശ്രീ നരസിംഹസ്വാമി, ശ്രീകൃഷ്ണസ്വാമി എന്നീ വിഗ്രഹങ്ങൾ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിക്കും. ക്ഷേത്രത്തിലെ കണക്കനുസരിച്ച് ഒരു വർഷം 10 തവണ ഗരുഡവാഹനത്തില് ഭഗവാന് പുറത്തെഴുന്നള്ളി ഭക്തർക്ക് ദർശനമേകുന്നു. അങ്ങനെ 6 വർഷമാകുമ്പോൾ മകരസംക്രമദിനത്തിലെ ശീവേലി 60ാമത്തെ ഗരുഡവാഹനത്തിലാകുന്നു. ശീവേലിയും ലക്ഷദീപവും കാണാന് 10,000 അനന്തപുരിയിൽ എത്തും. RKG നെയ്യ്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.